ഹായ്, ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് എൻ്റെ മുന്നിൽ വജൈനിസ്മസ് ഉള്ളൊരു പേഷ്യൻ്റാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു എത്ര സെഷനായി? 7 സെഷനെ കൊണ്ട് വജനസ്മസ് മാറിയ ഒരു പേഷ്യൻ്റാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. വജനസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പേടി കാരണം സെക്സ് ചെയ്യാൻ പറ്റാത്ത, കാലുകളൊക്കെ അടുക്കി പിടിക്കുന്ന, അല്ലെങ്കിൽ ടെൻഷൻ ആയിക്കൊണ്ട് സെക്സ് ചെയ്യാൻ പറ്റാത്ത, അതായത് പിന്നയിൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു തരം അസുഖമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവളെ പരിചയപ്പെടാം. ഇവളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല, വോയിസ് തന്നെ നമ്മളൊരു ആപ്പിലിട്ടിട്ട് വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഔട്ടായിട്ട് ഈ വീഡിയോ കാണിക്കുക. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം, അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓക്കെ. അപ്പോൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കറക്റ്റ് പറയണ്ട, ഒരു ഏകദേശം 2 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടോ? ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പിന്നെ ഇത് വീഡിയോ ഇങ്ങനെ കണ്ടിട്ടാണ് അറിഞ്ഞത് വജനസ്മസ് ആണെന്ന് അറിയുന്നത്. എന്താണ് ആദ്യം വിചാരിച്ചത്? ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഫസ്റ്റ് നൈറ്റിലൊക്കെ ഇങ്ങനെ ടെൻഷനായോ? ഒന്നാമത് സ്കൂളിലൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇതിനെക്കുറിച്ച് ഭയങ്കര പേടിയുണ്ടായി. പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ പിന്നെയും കൂടുതൽ ടെൻഷനായി. പിന്നെ കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെച്ചു, ഇന്റർകോഴ്സ് ചെയ്യാതെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റാത്തപ്പോൾ പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാകുമ്പോഴാണ് കാണുന്നത് യൂട്യൂബിൽ. ആദ്യം പറ്റാണ്ടായ സമയത്ത് എന്താ വിചാരിച്ചേ? ഇതെന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പറ്റാത്ത? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം എന്താ പറ്റാത്തതെന്നുള്ള ഒരു ഫീലിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഡിപ്രഷൻ, കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടായതുകൊണ്ട്. ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നോ? ഞാൻ എന്ത് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് മൈൻഡിൽ ഭയങ്കരമായിട്ട് വരും, ഓരോ ഇടയ്ക്കിടയ്ക്കേ വരും. കുട്ടികളായോ? ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ. എന്താ ചോദിക്കുക ആൾക്കാർ? ഇങ്ങനെ എന്തായി, ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റിനൊക്കെ കാണിക്കാൻ പറയും. പക്ഷെ ഈ ഒരു സംഭവം ആയതുകൊണ്ട് അവിടെ പോവാനും പേടിയായിരുന്നു. പിന്നെ ഒരു തവണ കാണിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക്, അപ്പേക്ക് ഓൾറെഡി ഈ വീഡിയോ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു വജനിസ്മസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അല്ലാന്നാ പറഞ്ഞത്. ഇപ്പൊ എന്ത് തോന്നുന്നു? വജനിസ്മസ് തന്നെയാണോ? മാറിയോ? മാറി, പൂർണ്ണമായിട്ട് മാറി. മനസ്സിലാക്കി. ഇവിടെ വന്നിട്ടാകുമ്പോ തന്നെ, ഇവിടെ വരുമ്പോ തന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ശരിയായിട്ട് തന്നെ പോകും. അപ്പൊ അവിടുന്ന് വിചാരിച്ചതാണ് മാഡത്തിന് റിവ്യൂ തരണം എന്നൊക്കെ. അങ്ങനെയാണ്. ഇവിടെ ഫസ്റ്റ് വന്നപ്പോ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു? ആദ്യത്തെ സെഷനിൽ 2-3 പേരൊക്കെ പരിചയപ്പെട്ടു ഇതേ അസുഖമുള്ള. ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാഡത്തോടൊക്കെ സംസാരിച്ചിട്ടാകുമ്പോൾ ഒരു ഓക്കെ ആവുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയി. ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെട്ടോ? അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞ് നിനക്ക് പിന്നെയും കുറച്ചും കൂടി മുമ്പേ അറിയാൻ പറ്റിയെന്നാ പറഞ്ഞത്. അവരുടെയൊക്കെ ഒരു 25 വർഷം അങ്ങനെയൊക്കെ പറയുമ്പോ വിഷമാന്ന് അവരെ ഓർക്കുമ്പോ. നിന്റെ വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. 2 കൊല്ലം കൊണ്ടൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. അവര് പറയാണ് ഞങ്ങളുടെ ലൈഫ് നല്ലൊരു കാലാന്ന് പോയത്. ആ ഒരു മൈൻഡാണ് അവർക്ക്. കുറെ ഡിലേ ആയിട്ടാണ് ചില ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവുക, ഒരുപാട് വർഷം വൈകിട്ട് വരുന്ന ആൾക്കാർ അല്ലേ? പിന്നെ അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോ ഞാൻ ഇത്രയെങ്കിലും പെട്ടെന്ന് ആയല്ലോ എന്നുള്ളൊരു. സെഷൻസ് ഈ ഒരു 6-7 സെഷനിൽ പേടിയോ വേദനയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കമന്റുകൾ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടോ? എന്താ വെച്ചാൽ വരുന്ന ആൾക്കാർക്ക്, നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇതെങ്ങനെയാണ് ഈ തെറാപ്പി ചെയ്യുന്നത്, പേടിപ്പിക്കുകയോ വേദനയാക്കോ എന്നൊക്കെ. വരുമ്പോ പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്ന ശേഷം പേടിയൊക്കെ പോയതാണ്. ഓരോ സെഷനും സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് പോവാണ്. ഇന്ന് സെഷൻ കഴിഞ്ഞ് പോവാണ്, ഹാപ്പിയായി. ഹസ്ബൻഡ് എത്ര ഹാപ്പിയാണ്? ഹസ്ബൻഡിന് തന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ മാറ്റം മനസ്സിലായി. ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഓക്കെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കുള്ള ആ ഒരു ധൈര്യമൊക്കെ കാണുമ്പോ തന്നെ. ആദ്യം എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു പേടി കാരണം? പേടി കാരണം എന്ന് വെച്ചെങ്കില് കാല് ടൈറ്റ് ആവുണ്ടായിരുന്നോ? കാല് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഞാൻ തള്ളി മാറ്റാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനെ കൊണ്ടായിരുന്നു തള്ളി മാറ്റിയത്? പിന്നെ ഇങ്ങനെ നെഞ്ഞു വേദനയൊക്കെ വരും. ഭയങ്കര ടെൻഷനായിട്ട് ഇവിടെ എന്തോ ഭാരമുള്ള, നെഞ്ഞിന്റെ അടുക്ക ഭാരമുള്ള പോലെ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടായത്. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ അങ്ങനെ വിഷമം വന്നു, ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് അറിഞ്ഞ ശേഷം ഇവിടെ എങ്ങനെയൊക്കെ എത്തിയാ മതി എന്നുള്ളൊരു ഇതാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ എത്തി. ഓക്കെ. ഇനി സെക്സ് ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ഉണ്ട് അല്ലേ? ഓക്കെ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി കഴിഞ്ഞ ഇന്ന് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു ക്ലയൻ്റാണ് ഈ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പേരോ വിവരോ കാര്യങ്ങളോ ഒന്നും പറയാതെ ക്ലയൻറ്റിൻ്റെ ബാക്കിൽ നിന്ന് ഇതേപോലെ വീഡിയോ എടുക്കുക. അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞാണ് നമുക്ക് റിവ്യൂ ചെയ്യാം. എന്താ വെച്ചാൽ ഞാനൊരു റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചെങ്കിൽ ഇതുപോലെ റിവ്യൂ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പം ഞാനിത് കണ്ടു തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ വരുന്നത് വരെ. അപ്പൊ അത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ റിവ്യൂസ് വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കും ഇവിടെ എത്തുന്നത് വരെ. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഹെൽപ്പ് ആവും തോന്നി. അപ്പൊ എന്തായാലും പേരുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വജനസ്മസ് ആണെന്ന് അറിയാത്ത ആൾക്കാരും അറിഞ്ഞിട്ട് മാറുമോ എന്ന് വിചാരിച്ച് കുറേ വർഷം ട്രൈ ചെയ്തിട്ട് മാറാത്തൊരു അസുഖം മാറുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വജനസ്മസ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു, ഹസ്ബൻഡ് ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ ഹസ്ബൻഡിനെയും കൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ കൂടെ ഒരു എഡ്യൂക്കേഷനൊക്കെ തന്നിട്ട് എങ്ങനെയാണ് ഇനി സെക്ഷൽ പ്ലാന് ബേബി പ്ലാൻ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ അവളും സന്തോഷം പറയുന്നു, ഞാനും സന്തോഷം പറയുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അവസാനിക്കാം.